ഓരോ ദിവസം രാവിലെ എനിക്കുമ്പോൾ ഓരോ മൂടാണ്. ചിലപ്പോൾ മടിയായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കാനുള്ള ഭയങ്കര ത്വരയായിരിക്കും. ഇന്ന് ഏതാണ്ട് അതേപോലെ ഒരു ദിവസം. ഇങ്ങനെ കിടക്കുന്ന റൂമിന് ഇനി ഇങ്ങനെ തന്നെ കാണാൻ വയ്യ, ഇതിൻ്റെ ചായ മാറ്റണം. റൂമിൽ രാവിലെ കർട്ടൻ മാറ്റിയാലേ വെട്ടുണ്ടാവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡാർക്ക് കർട്ടനാണ് ഇട്ടാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് കുറേ നേരം കിടന്നുറക്കണം. എനിക്ക് മുഖത്ത് വെട്ടടിച്ചാൽ പിന്നെ കിടക്കാൻ പറ്റില്ല. ഇതാവുമ്പോൾ അങ്ങനെ പെട്ടെന്ന് വെട്ടമൊന്നും അടിക്കില്ല, അപ്പോൾ കുറേ നേരം കിടന്നുറങ്ങാം. നമ്മുടെ ടെറസിൽ ഇങ്ങനെ ഒരു ടേബിൾ എടുക്കണ്ടായിരുന്നു. ഇവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ ഉച്ചയാകുമ്പോഴത്തേക്കും ഭയങ്കര വെയിലായതുകൊണ്ട് ഞാനിതെടുത്തപ്പോൾ നമ്മുടെ റൂമിൻ്റെ അകത്തേക്ക് ഇടാമെന്ന് വിചാരിച്ചു. കണ്ട രാവിലെ തന്നെ ജനലൊക്കെ തുറന്നിട്ടാൽ നല്ല രസമായി ഇങ്ങനെ നോക്കിയിരിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, എന്തായാലും ഒരു വഴിക്ക് പോകണതല്ല. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് തുടച്ച് ക്ലീനാക്കാമെന്ന് വിചാരിച്ചു. ഈ നീല കർട്ടൻ്റെ അടിയിലൊരു വെള്ള കർട്ടൻ ഇട്ടാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അതാകുമ്പോൾ രാവിലെ ഈ നീല കർട്ടൻ മാറ്റി കഴിഞ്ഞാൽ വെള്ള കർട്ടൻ്റെ ഒരു ഭംഗിയിൽ കിടക്കുക, റൂമിൽ വെളിച്ചം ഉണ്ടാവും. അങ്ങനെയൊക്കെ ഒരു ആലോചനകളുണ്ട്. ചിലപ്പോൾ അതൊക്കെ നടക്കുമായിരിക്കും. പിന്നെ കുറച്ച് നേരത്തേക്ക് ഭയങ്കര ക്ലീനിങ് ആയിരുന്നു. അടിച്ചു വാരുന്നു, തുടയ്ക്കുന്നു. ഞാൻ റൂം ക്ലീനാക്കാൻ തുടങ്ങി ആദ്യമേ തന്നെ ഒരു പ്രാവശ്യം പൊടിയൊക്കെ തൂത്ത് അടിച്ചു വാരി തുടയ്ക്കും. എന്നിട്ട് പിന്നെ ഒരു ക്ലീനിങ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ രണ്ടാമത് ഒന്നും കൂടെ തുടയ്ക്കുക. നിങ്ങളും ഇങ്ങനെയാണോ? ഞാൻ വിചാരിക്കുന്നത് എനിക്ക് മാത്രമേ ഇങ്ങനത്തെ വട്ടൊക്കെ ഉണ്ടാവുള്ളായിരിക്കും. ബെഡ്ഷീറ്റൊക്കെ കഴിഞ്ഞ ദിവസം വരച്ചുകൊണ്ട് ഇന്നിപ്പോൾ അതൊന്നും മാറ്റുന്നില്ല. ബാക്കി കുറച്ച് പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. ഒന്നാമത്തെ റൂമിൽ സ്ഥലം കുറവാണ്, പിന്നെ അതിനും പോരാഞ്ഞിട്ട് വലിയൊരു കട്ടിലാണ് ഈ റൂമിൽ. എന്താണെന്ന് വെച്ചാൽ ഉറങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് മുട്ടാൻ പാടില്ല. ഉറങ്ങുമ്പോൾ സ്വസ്ഥമായിട്ട് ഉറങ്ങണം, ഇല്ലെങ്കിൽ എനിക്ക് ചെറിയ നഖവല്ലേറും. അതുകൊണ്ട് തന്നെ ഈ കട്ടിലും കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സ്ഥലം ഇവിടെ ബാക്കിയുള്ളൂ. ആ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഒരു ടേബിൾ എടുത്തിടാൻ പോണത്. എത്ര ദിവസത്തേക്ക് ഇതിങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ അതും എനിക്കറിയില്ല. ചിലപ്പോൾ 3-4 ദിവസം കഴിയുമ്പോൾ ഞാൻ ഇതൊക്കെ മാറ്റാനും മതി. പക്ഷേ ഇന്ന് രാവിലെ എൻ്റെപ്പോഴത്തെ മൂഡ് അല്ല, ഇന്നിപ്പോൾ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്യും. അങ്ങനെ പുറത്ത് കിടന്ന ടേബിൾ ഷീറ്റൊക്കെ മാറ്റിയത് അതിവിടെ കൊണ്ടിട്ടുണ്ട്. ഇനി ഇതിൽ എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ അടുക്കി പറക്കി വയ്ക്കണം, അത്രേ ഉള്ളൂ. എങ്കിലും തോന്നണ കാര്യം തോന്നുമ്പോൾ ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ചെയ്യുക? അതിനെയല്ലേ മടിയെന്ന് പറയണേ. മടി മാറ്റാനല്ല ഞാനീ നോക്കിക്കൊണ്ടിരിക്കണേ. അപ്പം എന്തായാലും ഇത് ഇന്ന് തന്നെ ചെയ്യണം. ടേബിൾ വെക്കാനായിട്ട് ഞാനൊരു ടേബിൾ ലാമ്പ് ഓൺലൈനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ തീമിനും ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന, അതായത് കുറച്ചും കൂടെ കഴിയുമ്പോൾ എൻ്റെ ഈ റൂം ഞാൻ ഇങ്ങനെയൊക്കെയല്ല, ഇതിൻ്റെ ചായ വീണ്ടും മാറ്റും. അപ്പോൾ അതായിട്ട് മാച്ച് ആവില്ല. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അത് പെൻഡിങ്ങിൽ വെച്ചേക്കാണ്. ഞാൻ ഇനിയും നമ്മുടെ റൂമിൻ്റെ ചായ മാറ്റാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അത് അടിയാം. എന്തെങ്കിലും എഴുതാനോ വായിക്കാനൊക്കെ ഈ സ്ഥലം അടിപൊളിയായിരിക്കും. ക്രാഫ്റ്റ് വീഡിയോകൾ ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇപ്പോഴത്തെ എൻ്റെ ഒരു ചോദ്യചിഹ്നമാണ്. ചോദ്യചിഹ്നം അവിടെ കിട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കി പരിപാടികൾ നോക്കാം. നമ്മുടെ ചാനലിൽ നമ്മളൊരു ലക്കി വിന്നറിനെ സെലക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വരുന്ന 2026 ജനുവരി 1-ാം തീയതിയാണ് നമ്മുടെ ലക്കി വിന്നറിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരു കമൻറ്റ് ഇട്ടാൽ മതി. നമ്മൾ റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്തേക്കുന്നവരിൽ നിന്ന് ഒരാളെ ചൂസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ലക്കി വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. കിടന്ന ബ്ലാങ്കറ്റിന് എന്തായിരുന്നു കുഴപ്പമെന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാൻ ഈ കംഫർട്ടർ എടുത്തിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഓരോ ദിവസവും ഓരോ തോന്നലാണ്. ഇപ്പം നല്ല മഞ്ഞൊക്കെയാണല്ലോ, നല്ല തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ കുറച്ചധികം നേരം കിടന്ന് ഉറങ്ങണമെങ്കിൽ ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനൊരു തോന്നൽ. സൂക്ഷിച്ച് നോക്കിയത് ആ വാളിൽ കുറച്ച് പാടുകളുണ്ട്. അവിടെ നമ്മൾ പോളറോയിഡ്സാണ് ഒട്ടിച്ചിരുന്നത്, അതിൻ്റെ ഒരു പാടാണത്. അവിടെ നമ്മളിപ്പോൾ നമ്മുടെ വിഷൻ ബോർഡ് വെക്കുകയാണ്. അതായത് നമ്മൾ എണീറ്റ ഉടനെ, ഉറക്കത്തിൽ നിന്ന് എണീറ്റ ഉടനെയും കിടക്കാൻ പോകുമ്പോഴും നമ്മളത് കാണണം. അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മളതവിടെ ഫിക്സ് ചെയ്തു. ഇനി അവിടെ ഇരുന്ന് പോളറോയിഡ്സ് അവിടെ ഒട്ടിക്കുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇപ്പോൾ തൽക്കാലം ഇതിവിടെ ഇരിക്കട്ടെ, അതവിടെ നിൽക്കട്ടെ. ഇതങ്ങോട്ട് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം കിട്ടി. ഇനിയിപ്പോൾ ഈ തീമായിട്ട് മാച്ചാവുന്ന കുറച്ച് പ്രിൻ്റുകൾ എടുക്കണം. ആ ഫോട്ടോ ഫ്രെയിമുകൾ മാറ്റി ആ പ്രിൻ്റുകൾ അതിൽ ആഡ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് ജോലിയും കൂടി ഉണ്ട്. അതിപ്പോൾ എന്തായാലും നടക്കില്ല എന്ന് എനിക്കറിയാം. അത് ഇനി 2 ദിവസം പിടിക്കും. അപ്പോൾ ഇന്നത്തേക്ക് തൽക്കാലം ഇത്ര മതി. ഇതിൽ ഞാൻ ഒതുക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, പിന്നെ എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.